എന്താ പറഞ്ഞേ? രാഗി കൊച്ചവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൂടെയാണ് കയറി പോകണം. നമ്മുടെ ഊട്ടി മൈസൂർ കൂർഗ് ട്രിപ്പിന്റെ രണ്ടാം ദിവസം രാവിലെ കേട്ടോ. നമ്മൾ ഇവിടെ എല്ലാവർക്കും നമ്മൾ രണ്ടാം ദിവസത്തിലെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്തത്. മാഗ്നിഫ് എന്ന് പറയുന്ന ഈ ഹോട്ടലിൽ ഇവിടെയായിരുന്നു നമ്മളെ റൂം. അപ്പോൾ നമ്മൾ രാവിലെ എല്ലാവരും നമ്മൾ റെഡി ആയിരുന്നു കേട്ടോ. ഫ്രഷായി ഒരുങ്ങി നമ്മുടെ ബസ് ഇവിടെ കിടക്കുകയാണ്. നമ്മളിപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫാമിലി വേറെ ഫാമിലിയുടെ നമ്മളിവിടെ ഉണ്ടായിരുന്നു. നമുക്ക് റെഡി ആവുന്നുണ്ട്. നമ്മുടെ ആൾക്കാരൊക്കെ താഴെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ചർച്ചിലുള്ള ആൾക്കാരാണ് കേട്ടോ. നമ്മൾ ആങ്കോട് എന്ന് പറയുന്ന ചർച്ചിൽ നിന്നാണ് നമ്മൾ എല്ലാവരും എത്തിയിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ഏകദേശം ആൾക്കാരും ചർച്ചിലെ ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ പുറത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മളിനി ഇവിടെ ഏകദേശം ഒരു 2 മണിക്കൂർ ഉള്ള യാത്രയാണ് ഇവിടുന്ന് പോകുന്ന വഴിക്കൊക്കെ ആയിരിക്കും ഫുഡും കാര്യങ്ങളൊക്കെ. മൈസൂരിലേക്കാണ് പോകുന്നത്. മൈസൂരിലെ സൂവും അതുപോലുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കവർ ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ 2 ദിവസം ഉണ്ടാവും. മൈസൂർ 2 ദിവസം ഉണ്ടാവും. എന്തായാലും രാവിലെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ. ചായ കുടിച്ചുകൊണ്ട് ഇറങ്ങാം. നമ്മളോട് നല്ലൊരു ഫാമിലി നമുക്ക് കിട്ടി. നമ്മളെ റൂമില് നമ്മളെ പോലെ തന്നെ 2 പെൺമക്കളും അച്ഛനും അമ്മയുള്ള നല്ലൊരു ഫാമിലി കിട്ടി. നല്ല കമ്പനി ആയിട്ട് അവരുമായിട്ട് ആ കൊച്ചുമക്കളായിട്ട് എല്ലാവരുമായിട്ട് അങ്ങനെ അവിടെ കഴിഞ്ഞു. നമ്മളിത് ഇറങ്ങുക പോവുകയാണ്. നമ്മൾ റൂമിൻ്റെ അടുത്ത് തന്നെ കേട്ടോ. നമ്മൾ ഇന്നലെ ഫുഡ് കഴിച്ചതിന് അടുത്തുള്ള കടകളിലാണ്. ഇതിൻ്റെ പുറകിൽ കാണുന്ന ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കുന്ന സംഭവം ഇതിൻ്റെ പുറകിലാണ് കേട്ടോ. ഇവിടെ നോക്കി ഒരു നെൽപ്പാടമാണെന്ന് തോന്നുന്നത്. എല്ലോ ഗോതമ്പ് അതൊക്കെയാണ് ഇഷ്ടം പോലെ. ഈ റോഡ് സൈഡിൽ നമുക്ക് കർണാടകയിൽ കാണാൻ പറ്റും ഇതുപോലെ കൃഷിപ്പാടങ്ങൾ. കിലോമീറ്ററുകൾ നീണ്ട ചോളം, അതുപോലെ നെല്ല്, ഗോതമ്പ്, പിന്നെ ഒരുപാട് കൃഷിത്തോട്ടങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ അവിടെ കാണുന്ന പോലെ കമുകിൻ തോട്ടം. അവിടെ ദൂരെ നമുക്ക് കാണാൻ പറ്റും കമുകിൻ തോട്ടം. രാവിലെ തന്നെ ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ ആൾക്കാരൊക്കെ അവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത്. ഇവിടെ ഇതിന് ഓപ്പോസിറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും സ്റ്റാച്ചു, ഒരു മണ്ണിലുണ്ടാക്കുന്ന സ്റ്റാച്ചു ഉണ്ടാകും. തൊട്ടപ്പുറത്ത് നമ്മൾ ഇന്നലെ കണ്ട ജിറാഫ് കാര്യങ്ങളൊക്കെ ഉള്ള ഇവിടെയും അതുപോലെ തന്നെ ഒരുപാട് മണ്ണിലുള്ള ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി, ചെടിച്ചട്ടി, അതുപോലെ ബുദ്ധൻ്റെ പ്രതിമകൾ, അങ്ങനെ തുടങ്ങി സിംഹം, കടുവ, പുലി എല്ലാം ഉള്ള സംഭവങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നെൽപ്പാടം. അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് വഴിയില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമെന്ന്. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് വഴി ക്ലോസ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങുന്നില്ല. ഇനി ജസ്റ്റ് ഒന്ന് ചായ കുടിക്കുക, അടുത്ത വണ്ടി കയറി പോയി. ഇപ്പോൾ 7 മണിയായിട്ടുണ്ട് രാവിലെ. സമയത്ത് തന്നെ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇനി സമയത്തിന് ഓടി എത്തിയാൽ മാത്രം മതി. ഇതാണ് കേട്ടോ നമ്മൾ ഇന്നലെ താമസിച്ച ഹോട്ടൽ എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ രാത്രി കണ്ടായിരുന്നു. 1200 രൂപയേ ഉള്ളൂ ഒരു റൂമിന്. രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ യാത്ര തുടരുകയാണ് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കൂർഗിൻ്റെ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ദൃശ്യങ്ങൾ. കൃഷിപ്പാടങ്ങൾ, അതുപോലെ തന്നെ പലവിധമായിട്ടുള്ള കൃഷികൾ ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഈ റോഡ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അത് ചോളം, അതുപോലെ തന്നെ ഗോതമ്പ്, നെല്ല്, ചോളം, കോളിഫ്ലവർ, അങ്ങനെ തുടങ്ങി ഒട്ടനവധി കൃഷികൾ ഇവിടെ ഉണ്ട്. നമുക്ക് പൂരി, ഇതാണ് കടലക്കറി. കടലല്ലേ? കടലക്കറി ഇല്ലേ? രാവിലത്തെ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. നമ്മൾ പോകുന്ന വഴിക്കേട്ടാ. നമ്മൾ കുഴപ്പമില്ല, ഫുഡ് കുഴപ്പമില്ല. നമ്മൾ ഈ കാണുന്ന ഹോട്ടലാണ് ഇറങ്ങിയത്. പൂരിയും പിന്നെ മസാല ദോശ, പിന്നെ കട്ടൻ, പിന്നെ ഒരു വട, ഇതെല്ലാം കൂടെ 240 രൂപ. അപ്പോൾ നല്ല റേറ്റുമാണ്. കുഴപ്പമില്ല, നല്ല ഫുഡ്. നമ്മളതുപോലെ തന്നെയാണ്, നമ്മളവിടുത്തെ ടേസ്റ്റും കാര്യങ്ങളും കുഴപ്പമില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് തന്നെയാണ്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ വാഹനം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഹിങ്കൽ എന്ന് പറയുന്ന ടൗണിൽ കൂടെയാണ് കേട്ടോ. ഈ ഹിങ്കൽ പട്ടണത്തിൽ നിന്ന് മൈസൂരിലേക്ക് എത്താനുള്ള ദൂരം 6-7 കിലോമീറ്റർ അതിനകത്തേ ഉള്ളൂ. മൈസൂർ ജില്ലയിലെ തന്നെ ഏറ്റവും ജനസംഖ്യ ഉള്ള സെൻസസ് പട്ടണമാണ് ഈ ഹിങ്കൽ എന്ന് പറയുന്നത്. ഫുഡ് കഴിച്ചതിൻ്റെ ആവേശമാണോ അതോ യാത്രയുടെ ആവേശമാണോ എന്തെന്ന് അറിയില്ല. ഇന്നലെ മുതൽ വണ്ടിക്കകത്ത് വേറെ ആളനക്കമൊന്നുമില്ലായിരുന്നു. അതായത് ഫാമിലി ടൂറാണല്ലോ, അങ്ങനെ എല്ലാവരും മിണ്ടാതിരുന്ന് പാട്ട് കേട്ടോണ്ടിരുന്നതാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കയറിയതിന് ശേഷം ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഓണായിട്ടുണ്ട് കേട്ടോ. എന്തായാലും ട്രിപ്പിൻ്റെ ഒരു ആവേശം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മൾ കാറിൽ പോയി, കേരള യാത്ര നിങ്ങൾ കണ്ടതാണ്. കാറിൽ പോയി അതൊരു വേറൊരു എക്സ്പീരിയൻസ്. പക്ഷേ ഇത് തികച്ചും ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമുക്ക് ഈ കൂട്ടത്തിലുള്ള ആരെ അറിയത്തില്ല.
എന്നാലും അവരുടെ ഒരു ഫാമിലിയിലെ മെമ്പറിനെ പോലെ അതിനേക്കാളും ഒരു ആത്മബന്ധം നമ്മൾ തമ്മിലായി കേട്ടോ, ആ ഒരു ബസ്സിലുള്ള എല്ലാവരും തമ്മിൽ. നമ്മൾ ഏകദേശം മൈസൂർ ടൗണിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ അല്ലെങ്കിൽ നേരത്തെ തന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സൂവിലേക്കാണ് പോകുന്നതെന്ന്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ പോകുന്നത് മൈസൂർ പാലസിലോട്ടാണ് കേട്ടോ ഇന്ന്. ഇപ്പോൾ നമ്മൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് ചാമരാജ റോഡ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തുകൂടിയാണ് കേട്ടോ. ഇന്ത്യയിലെ തന്നെ വഡോദരയിലെ ഒരു റോഡാണ് ചാമരാജ വോഡയാർ റോഡ് എന്ന് പറയുന്നത്. ആദ്യകാലങ്ങളിൽ മഹർഷി ദയാനന്ദ സരസ്വതി രാജ്മാർഗ് അല്ലെങ്കിൽ രാജ്മഹൽ റോഡ് എന്ന പേരിലാണ് ഈ ഭാഗങ്ങളൊക്കെ അറിയപ്പെട്ടിരുന്നത്. 2017 ചാമരാജ റോഡ് എന്ന പുനർനാമകരണം ചെയ്യപ്പെട്ടത്. റോഡിൻ്റെ ഇരു സൈഡിലായിട്ട് ഒരുപാട് ചരിത്രപ്രധാനമുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ ദേവാലയങ്ങളൊക്കെ കടന്നു പോയിക്കൊണ്ടിരുന്നു കേട്ടോ. വളരെ നല്ല കാഴ്ചകൾ അല്ലെങ്കിൽ സിറ്റിയുടെ ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. റോഡ് കാണിച്ച് ബോറടിപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ മാത്രമാണ് വളരെ കുറച്ച് കാഴ്ചകൾ മാത്രം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് മെയിനായിട്ട് പോകാനുള്ളത് മൈസൂർ പാലസിലേക്കാണ്. നേരെ അങ്ങോട്ട് വിടുകയാണ് കേട്ടോ. മൈസൂർ പാലസിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഏകദേശം അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ബസ് പാർക്കിങ്ങിലേക്ക് തിരിയാണ് കേട്ടോ. ഞാനും പടങ്ങളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, മുന്നേ ഞാൻ ഈ സ്ഥലത്ത് വന്നിട്ടില്ല, കണ്ടിട്ടില്ല, അറിയത്തില്ല. എന്തായാലും വളരെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ്. ഇന്നത്തെ ദിവസം നമ്മൾ രാവിലെ വിസിറ്റ് ചെയ്യാൻ ഇറങ്ങിയ, അതായത് ഇന്നത്തെ ദിവസം ഇറങ്ങിയ ആദ്യത്തെ സ്ഥലമാണ് കേട്ടോ ഇത്. ഒരുപാട് സഞ്ചാരികൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് കാണാനൊക്കും ഒരുപാട് ബസ്സുകൾ, കാറുകൾ അതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് കളർ കോഡും കൂടെ ആയതുകൊണ്ട്, അതായത് ബസ്സുകൾക്ക് കളർ കോഡുകൾ കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ദൂരെ നിന്ന് തന്നെ മനസ്സിലാക്കും നമ്മുടെ ആൾക്കാരാണോ, അതായത് കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണോ. അല്ലാത്ത ബസ്സിന് വെള്ളമുണ്ട്, അല്ലാണ്ട് നമുക്ക് സാധാ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ നമ്മുടെ വണ്ടിയാണോ എന്ന്. ഒരുപാട് വണ്ടികൾ, ബസ്സുകൾ വന്നിട്ടുണ്ട്, അതൊക്കെ ഒതുക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള ആൾക്കാരൊക്കെ അകത്തേക്ക് പോയിട്ടുണ്ട്. ഇനി ആൾക്കാർ വരാനും ഉണ്ട്. അപ്പോൾ നമ്മളും പാർക്കിങ്ങിലോട്ട് ബസ് ഒതുക്കിയിട്ടിട്ട് അകത്തേക്ക് പോകാനുള്ള ശ്രമമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങി കുറേ നേരം യാത്ര ചെയ്ത് നമ്മളിപ്പോൾ എത്തിക്കുന്നത് മൈസൂർ പാലസിലാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോകണം. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്, ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട്. നമ്മളുള്ള ആൾക്കാരൊക്കെ ഫ്രണ്ട് നടക്കുന്നുണ്ട്, എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരെ അങ്ങ് അകത്തോട്ട് പോയിട്ട് പാലസിൻ്റെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ടിക്കറ്റ് എത്രയാണ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയാം. നേരെ അങ്ങോട്ട് പോകാം. നമ്മൾ വന്നിട്ടില്ല, നമ്മൾ വലിയ പരിചയമില്ല. എന്തായാലും അങ്ങോട്ട് പോയി കണ്ട് മനസ്സിലാക്കാം എല്ലാ കാര്യങ്ങളും കേട്ടോ. 1 മണിക്കൂറാണ് സമയം നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ, എല്ലാവരും നിൽപ്പുണ്ട്. ഇത് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് മെയിൻ റോഡ് കാണാം. അവിടെ നിന്ന് എല്ലാവരും ക്യൂ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടറിൽ. നോക്കാം, അങ്ങോട്ട് കയറി നോക്കാം. ഓക്കെ, ടിക്കറ്റ് 100 രൂപ, ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ. വേറെ ക്യാമറയുടെ ഒന്നും എഴുതിയിട്ടില്ല, ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. 200 രൂപയാണ് ടിക്കറ്റ്. ഓക്കെ, ഒരാൾക്ക് 100 രൂപ, 2 പേർക്ക് 200 രൂപ. രായി കൊച്ചവിടെ നിൽക്കുന്നുണ്ട്. ഇതിനകത്തൂടെയാണ് കയറി പോവാടാ. പോവാം 200 രൂപ ടിക്കറ്റിനുണ്ടോ? അതാ എന്തോന്നു ടിക്കറ്റിന്? ക്യാമറയ്ക്കൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. അമ്മാനെ. ഓക്കെ, നമ്മളകത്ത് കയറി കേട്ടോ. അതാ ഇവിടുന്ന് നമുക്ക് അടിപൊളിയായിട്ട് കാണാം. ആ ദൂരെ കാണാം മൈസൂർ പാലസിൻ്റെ വിഷ്വലായിട്ടാ. നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് എടുക്കാമായിരുന്നു മൊബൈലിലോ അല്ലെങ്കിൽ ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷേ അവിടെ വെച്ച് തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞു എടുക്കാൻ പാടില്ല കേട്ടോ. എന്തായിരുന്നാലും നമുക്ക് ഉള്ളത് മൊബൈലിൽ കാണാം. ഓക്കെ, അപ്പോൾ ഇതുവഴിയാണ് എൻട്രൻസ്. ഇതുവഴി നടന്ന് നമുക്ക് അകത്തേക്ക് പോവാം. സൂപ്പർ അല്ലേ? ഓ, ഇതാണ് ഇവിടെ നിന്നാണ് എൻട്രൻസ്. ഇത് മുതലാണ് അങ്ങോട്ട് പാലസിൻ്റെ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ സംഭവം. വലിയൊരു കൊട്ടാരം. എന്തൊക്കെയാണ് ഇതിനകത്ത്? ഇവിടെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് നമുക്ക് നോക്കാം അങ്ങോട്ട് പോയിട്ട്. കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ ഒരു സൈഡിൽ നല്ല ഒരു ആൾക്കൂട്ടം നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. അത് വേറൊന്നുമല്ല, നമ്മുടെ പാദരക്ഷകൾ അവിടെ സൂക്ഷിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് കയറാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ചെരുപ്പ് ഊരി കൊടുത്തു കേട്ടോ.
ടോക്കൺ നമ്പറൊക്കെ എടുത്ത് കൊടുത്ത് 2 രൂപയാണ് ഒരു പെയർ ചെരുപ്പ്. അപ്പോൾ നമ്മൾ ചെരുപ്പ് ഊരി അവർ വെക്കിയ ഒരു നമ്പർ തരും. തിരിച്ചു വന്ന് ആ നമ്പർ തുണ്ട് കാണിക്കുമ്പോൾ അതവർ തിരിച്ചു തരും. നമ്മൾ പൊതുവെ മൈസൂർ കൊട്ടാരം എന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അല്ലാണ്ട് തന്നെ അംബാവിലാസ് കൊട്ടാരം എന്ന് ഇതിന് പ്രാദേശികമായിട്ട് ഒരു പേരുകൂടെ ഉണ്ട് കേട്ടോ. മൈസൂർ ഭരിച്ചിരുന്ന വാഡിയർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരം. പണ്ടെപ്പോഴും വെച്ച ലൈറ്റുകളാണ് നിറയെ. ഇതിൻ്റെ ചെവര് മുഴുവൻ നമ്മുടെ വലിയ ഫിലമെൻ്റ് ബൾബില്ലേ അത് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ട ഇതുപോലെ രാത്രി അടിപൊളിയായിരിക്കും കത്തിക്കുകയാണെങ്കിൽ. അവിടെ നിന്ന് 1-2 സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് കേട്ടോ. ബാഗ്, ടിക്കറ്റ് ഇതൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് അതിനകത്തേക്ക് കയറിയിട്ടുണ്ട്. ക്യൂ പിടിച്ചാണ് പോകുന്നത്. പൊതുവെ അറിയപ്പെടുന്നത് കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ് മൈസൂരിനെ അറിയപ്പെടുന്നത് കേട്ടോ. മൈസൂരിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കൊട്ടാരവും ഇത് തന്നെയാണ്. വാഡിയർ രാജവംശം 14-ാം നൂറ്റാണ്ടിലാണ് ഒരു കൊട്ടാരം നിർമ്മിക്കുന്നത്. ഈ കൊട്ടാരം പല തവണ തകർക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം പല തവണകളായിട്ട് പുനർനിർമ്മിച്ച് എടുത്തതാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഈ രൂപത്തിലുള്ള കൊട്ടാരം. നമ്മൾ ഇന്ന് കാണുന്ന ഈ രീതിയിലുള്ള കൊട്ടാരം 1897 ഇതിൻ്റെ പണികൾ ആരംഭിക്കുന്നത്. 1912 ഇതിൻ്റെ പണി പൂർത്തിയാക്കുകയുണ്ടായി കേട്ടോ. 1940കളിൽ ഈ കൊട്ടാരം വീണ്ടും വിസ്തൃതമാക്കുകയും ചെയ്തു. ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ മൈസൂർ കൊട്ടാരം എന്ന് പറയുന്നത്. പ്രതിവർഷം 27 ലക്ഷത്തോളം സഞ്ചാരികളാണ് ഇവിടത്തേക്ക് ഒഴുകിയെത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് 100 രൂപയും അതുപോലെ തന്നെ വിദേശികളിൽ നിന്ന് അല്ലെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് 200 രൂപയാണ് ഇതിൻ്റെ എൻട്രി ചാർജായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. ഇപ്പോഴും ഇതിനകത്ത് വീഡിയോ ചിത്രീകരണം അനുവദിച്ചിട്ടില്ല. അതുപോലെ തന്നെ പാദരക്ഷകളും അനുവദിച്ചിട്ടില്ല. മൊബൈലിൽ എടുക്കുന്നതിന് വിഷയം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ മൊബൈലിൽ എടുത്തത് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ കൊട്ടാരങ്ങൾ കണ്ടിട്ട് അങ്ങോട്ട് പോയത് കൊണ്ടാണോ എന്നറിയില്ല. എന്തായിരുന്നാലും ഇവിടുത്തെ നിർമ്മാണ ശൈലി അതൊരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് കേട്ടോ. ഇൻഡോ സാർസനിക് എന്നറിയപ്പെടുന്ന വാസ്തുശൈലിയിലാണ് മൈസൂർ കൊട്ടാരത്തിൻ്റെ നിർമ്മാണം കേട്ടോ. ഇവിടെ നിൽക്കുമ്പോഴേ ഈ കൊട്ടാരത്തിൻ്റെ ഒരു സംഭവം ആഡംബരത്വം കാണുന്നത് ഒരു ഭയങ്കര സംഭവമാണ് കേട്ടോ. ഇത് കണ്ടോ, പണ്ടത്തെ ഫാന്, അതുപോലെ തന്നെ ഇവിടുത്തെ പണ്ടത്തെ ഫാൻസി ലൈറ്റ്, രക്ഷ ഇത്. പിന്നെ ഇതിൻ്റെ മുകളിൽ മേൽക്കൂര ഉണ്ടല്ലോ, ഇവിടെ മുഴുവൻ ആർട്ട് വർക്കുകളാണ്, മുഴുവൻ ആർട്ട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു തൂണ് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഹിന്ദു, രജപുത്ര, ഗോതിക്, ഇസ്ലാം വാസ്തുവിദ്യകളുടെ സങ്കര രൂപമാണ് ഇൻഡോ സാർസനിക് വാസ്തുവിദ്യ എന്ന് പറയുന്നത്. കൊട്ടാരത്തിൻ്റെ വാസ്തുശില്പി എന്ന് പറയുന്നത് ഹെൻറി ഇർവിൻ എന്ന ബ്രിട്ടീഷുകാരനാണ്. അതുപോലെ തന്നെ കൊട്ടാരത്തിൻ്റെ ചിത്രപ്പണികൾ ചെയ്തിരിക്കുന്നത് രവിവർമ്മയാണ്. എല്ലാ വർഷവും ശരത്കാലത്ത് നടത്തുന്ന മൈസൂർ ദസറ മഹോത്സവത്തിൻ്റെ പ്രധാന വേദി മൈസൂർ കൊട്ടാരമാണ് കേട്ടോ. ഇവിടുത്തെ കുക്കായിരുന്ന കാക്കസുരപ്പ മാടപ്പ ആണ് മൈസൂർ പാക്ക് എന്ന പലഹാരം ആവിഷ്കരിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട്. ഈ കൊട്ടാര സമുച്ചയത്തിനകത്ത് തന്നെ എല്ലാം കൂടെ കൂട്ടിയാൽ 12 ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. ഇവയിൽ ഏറ്റവും പഴക്കമേറിയത് 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതും ഏറ്റവും പുതിയതായിട്ടുള്ളത് 1953 നിർമ്മിച്ചതുമാണ്. അതിൽ ചില എടുത്തു പറയാൻ പറ്റുന്ന ക്ഷേത്രം എന്ന് പറഞ്ഞാൽ സോമശേഖര ക്ഷേത്രം, അത് ശിവക്ഷേത്രമാണ്, ലക്ഷ്മി നാരായണ ക്ഷേത്രം എന്നിവയൊക്കെയാണ് കേട്ടോ. എന്താ പറഞ്ഞു? ഇത്രയും വിവരണങ്ങൾ മാത്രമല്ല, ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ട്. ഒത്തിരി റൂമുകളും അതുപോലെ തന്നെ വളരെ വിസ്തൃതിയിൽ നീണ്ടു കിടക്കുന്നതുമാണ് നമ്മുടെ മൈസൂർ കൊട്ടാരം എന്ന് പറയുന്നത്. കണ്ട് നിൽക്കാൻ തന്നെ ഓരോ റൂമുകളിലോട്ട് പോകുമ്പോഴും അവിടുത്തെ കൊത്തുപണികളും അല്ലെങ്കിൽ തന്നെ അതിൻ്റെ ഡോറിൽ അല്ലെങ്കിൽ ചുവരുകളിൽ വരച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട് സമയമെടുത്ത് നോക്കി പോവുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഒരു നിർമ്മിതി തന്നെയാണ്. നമ്മൾ ഒരിക്കലെങ്കിലും പോയി കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. പക്ഷേ നമുക്ക് അതിനുള്ള സമയം നമുക്ക് അനുവദിച്ചിട്ടില്ല. പെട്ടെന്ന് തന്നെ വണ്ടിയിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ കിട്ടാവുന്നതിൽ മാക്സിമം നല്ല കാഴ്ചകൾ എല്ലാം ഒപ്പിയെടുത്തതിന് ശേഷം നമ്മൾ ഓടുകയാണ് എങ്ങോട്ട്? ബസ്സിലേക്ക്. നീ എടാ മോൻ എന്നല്ലേ പറഞ്ഞേ? എന്താ പറഞ്ഞേ? ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലേ കൊട്ടാരം എന്ന് പറയുന്നത് അതല്ല. നമ്മൾ പറയുമല്ലോ എപ്പോഴും ഈ കാട് മുഴുവൻ ഫോറസ്റ്റ് ആണെന്ന് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അറിയാണ്ട് പറഞ്ഞു പോകും.
ഇതൊരു കൊട്ടാരമാണെന്ന്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്രയ്ക്കൊരു നമുക്ക് സിനിമയുടെ സെറ്റിട്ടയ്ക്കുന്നത് പോലെയോ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അതിൻ്റെ ഒരു ആഡംബരം അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഭംഗി എന്നൊക്കെ പറയാം. ആഡംബരം എന്ന് പറഞ്ഞാൽ ഓവറായി പോകുമെന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും ഒരു കൊട്ടാരം എന്ന് പറയുന്നത് കൊട്ടാരം തന്നെയാണ്. അടിപൊളി കാഴ്ചകൾ കേട്ടോ. ഇതുപോലെ നമ്മുടെ കേരളത്തിൽ ഉണ്ട്, കൊട്ടാരങ്ങളുണ്ട്, ഒരുപാട് ചിത്രപ്പണികളൊക്കെ ചെയ്തിരിക്കുന്ന കൊട്ടാരങ്ങളുണ്ട്. പക്ഷേ ഇത്രയും ഒരു ഗാംഭീര്യത്തോടു കൂടി ഞാൻ കണ്ടത് ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഓടിട്ട അല്ലെങ്കിൽ അങ്ങനെ തടിപ്പണികളൊക്കെ ചെയ്തിട്ടുള്ള കൊട്ടാരമല്ലേ നമുക്ക് പരിചയമുള്ളൂ. ഇവിടെ ഇത് വളരെ വ്യത്യസ്തമായിട്ട് ചിത്രപ്പണികളും പെയിൻറ്റിങ്സും ലൈറ്റിങ്സും അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് എന്തുകൊണ്ടും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നു. ഞാൻ ആദ്യം പോകുന്നത് കൊണ്ടാണോ എന്നറിയില്ല. എന്തായിരുന്നാലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. ഇപ്പോൾ നമ്മൾ കാണുന്ന മാർബിളിലൊക്കെ കൊത്തിവെച്ചിട്ടുള്ള ശില്പമാണെന്ന് പറഞ്ഞാൽ എന്ത് മനോഹരമാണല്ലേ. അതുപോലെ തന്നെ തടിയിലും ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഓടിച്ചു പോകുന്നതുകൊണ്ടാണ്. അതിൽ എന്തൊക്കെയാണ് കൊത്തിവെച്ചിരിക്കുന്നതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എന്ത് കഷ്ടപ്പെട്ടാണ്, അല്ലെങ്കിൽ ഇത്ര വർഷങ്ങൾക്ക് മുന്നേ ചെയ്ത പണികളാണ്. അപ്പോൾ എന്തുമാത്രം അതിൻ്റെ പിന്നിൽ അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്തുമാത്രം ശില്പികളാണല്ലേ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചത്. അപ്പോൾ അതുപോലെ ഓരോ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ഇതിൻ്റെ മേൽക്കൂരയിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് തടിപ്പണികൾ അതുപോലെ ശില്പങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. വളരെ മനോഹരം കേട്ടോ. ഇതിനിടയ്ക്ക് തന്നെ ഗൈഡുകളൊക്കെ ആൾക്കാരെ സഹായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വന്ന ആൾക്കാരൊക്കെ ഗൈഡുകൾ അവരെ നിയന്ത്രിക്കുന്നുണ്ട്. മലയാളികൾ മാത്രമല്ല, അവിടെ കർണാടകത്തിലുള്ളതല്ല പുറത്തുനിന്നുള്ളതല്ല, ഒരുപാട് പല ഭാഷ സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരിപ്പോൾ ഈ സമയത്ത് കൊട്ടാരത്തിനകത്ത് നമ്മളെ കൂടെ നടന്നു വരുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കേട്ടോ കൊട്ടാരത്തിനകത്തേക്ക്. വേറെ ഒന്നും പറയാനില്ല. എന്തായിരുന്നാലും നമ്മൾ അകത്തുള്ള കാഴ്ചകളൊക്കെ ഏകദേശം എടുത്തു. നമ്മൾ പോകുന്ന വഴിക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യം നമുക്ക് കാണാൻ പറ്റി. നേരെ വേറെ ക്ഷേത്രമായിരിക്കും. ഇത് ശ്രീ പ്രസന്ന കൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റി. നേരെയും ഒരു ഗോപുരമൊക്കെ കാണുന്നുണ്ട്. അതുപോലെ 12 ക്ഷേത്രം ഇതിനകത്ത് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടിറങ്ങിയിട്ട് ചെരുപ്പ് നമ്മൾ വെച്ചിരുന്നിടത്ത് പോയി എടുത്തു. അപ്പോൾ കൊട്ടാരത്തിനകത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളവിടെ കാണുന്ന പോലെ കുറേ സംഭവങ്ങളല്ല കൂടുതൽ കാണുന്നില്ല. പെയിന്റിങ്സ്, പിന്നെന്താണ് കൊട്ടാരത്തിനൊരു ആഡംബരം. അത് തന്നെയാണ് സംഭവം. അതിന് ഭംഗി കൊട്ടാരം പോലെ അതിനൊരുപാട് പെയിന്റിങ്സ് അതുപോലുള്ള സംഭവങ്ങൾ. നമ്മളവിടെ ഒരു എക്സിബിഷൻ പോലെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ അങ്ങനെയല്ല, അതിൻ്റെ പെയിൻറ്റിങ്സ് ലൈറ്റിങ്സ് അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഒത്തിരി ആളുണ്ട്, ഒരുപാട് ആളുണ്ട്, നല്ല തിരക്കാണ്. മലയാളീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇനി നമ്മുടെ വണ്ടിയിലേക്ക് പോയി. ഇനി അടുത്ത് സുഖമായിരിക്കും. നേരത്തെ പറഞ്ഞത് സുഖമായിരുന്നു, നമുക്ക് ഇനി അടുത്തായിരിക്കും സുഖമായിരിക്കും കേട്ടോ. ഓ, വണ്ടിയില് പിന്നെ ബസ് തന്നെ ഉദ്ദേശിച്ചത്. വണ്ടിയല്ല ബസ്. സമ്മതിക്കൂല വണ്ടിയല്ല ബസ്. രണ്ട് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ടെമ്പിൾ ഉണ്ട് കേട്ടോ. സ്വാമി കൃഷ്ണ അങ്ങനെ എന്തോ ഒരു സംഭവം. തിരിച്ചിറങ്ങി വരുന്ന സൈഡിലാണ് കേട്ടോ. വളരെ വിശാലമായിട്ടുള്ള ഉദ്യാനമാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ള. ഒരു സൈഡിലായിട്ട് കുറച്ച് ബോൺസായി മരങ്ങളും അവിടെ വെച്ചിട്ടുണ്ട്. നേരത്തെ കയറിപ്പോയ വഴിയിൽ നിന്ന് കുറച്ചുകൂടെ മാറി നിന്നപ്പോഴാണ് നമ്മുടെ മൈസൂർ പാലസിൻ്റെ മുഴുവനായിട്ടുള്ള ദൃശ്യം നമുക്ക് കാണാൻ പറ്റുന്നത്. എന്ത് മനോഹരമാണല്ലേ, എന്താ ചിത്രപ്പണി, കൊള്ളാം, വളരെ മനോഹരം. ഏകദേശം പറഞ്ഞ സമയത്ത് തന്നെ എല്ലാവരും കറങ്ങി അടിച്ചൊക്കെ എത്തി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇതിനടുത്ത് തന്നെ ഉള്ള ഒരു ചർച്ചിലേക്കാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സെൻറ്റ് ഫിനോമിനാസ് ചർച്ച് എന്ന് പറയുന്ന ഒരു ചർച്ചിലേക്കാണ്. ഇവിടുന്ന് ഏകദേശം 2.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. വലിയ ദൂരം, വലിയ ഡ്യൂറേഷൻ ഒന്നും ഇല്ല നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കാണുന്ന ഒരു ബസ് സ്റ്റാൻഡാണ്. അപ്പോൾ 2.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ, തൊട്ടടുത്ത് തന്നെയാണ്. നേരെ അങ്ങോട്ടേക്ക് പോകാം. നമ്മൾ ചർച്ചിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു കേട്ടോ. റോഡിൽ നിന്ന് തന്നെ നമുക്ക് കാണാം ഒരു വലിയൊരു നിർമ്മിതി, വലിയൊരു ചർച്ച്, വലിയൊരു ആരാധനാലയം. ഇത് സ്ഥിതി ചെയ്യുന്നത് അശോക റോഡിലാണ് കേട്ടോ. മൈസൂർ അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്ന ട്രിപ്പിൽ ഈ ഏരിയയിലൊക്കെ വരുമ്പോൾ ഇവിടം കൂടെ സന്ദർശിച്ചില്ലെങ്കിൽ ആ ട്രിപ്പ് കംപ്ലീറ്റ് ആവില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മൈസൂർ നമ്മൾ പാലസ് കണ്ടതിന് ശേഷം സെൻറ്റ് ഫിനോമിനാസ് ചർച്ച് അവിടെയാണ് വന്നിട്ടുള്ള ഒരു രക്ഷയില്ലാത്ത പള്ളിയാട്ടോ. ആദ്യം നമ്മൾ ചെരുപ്പ് അവിടെ കൗണ്ടറിൽ സൂക്ഷിക്കണം, കൊടുക്കുക 10 രൂപ. അതിനുശേഷം നമുക്ക് പള്ളിക്കകത്തോട്ട് കയറാം. ഒരു രക്ഷയില്ലാത്ത നിർമ്മിതിയാണ് കേട്ടോ. അതിൻ്റെ വലിപ്പം കണ്ടോ, ഗോപുരമായതുകൊണ്ടാണ് ഫുള്ള് കിട്ടുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ സൈസ് എന്താണെന്ന്. ചെറിയ രീതിയിൽ മഴയുണ്ട് കേട്ടോ. ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് 12-ാം നൂറ്റാണ്ടിലും 15-ാം നൂറ്റാണ്ടിലും ഒക്കെ പ്രചാരത്തിലിരുന്ന
വാസ്തുവിദ്യയുടെ ക്ലാസിക്കൽ ലംബമായ ഗോതിക് ശൈലിയിലാണ് ഈ കത്തീഡ്രൽ നിർമ്മിച്ചിട്ടുള്ളത്. ന്യൂയോർക്കിലെ സെൻറ്റ് പാട്രിക് കത്തീഡ്രലിൻ്റെ മാതൃകയിലുള്ള ഈ കത്തീഡ്രൽ ജർമ്മനിയിലെ കൊളോണിലുള്ള കത്തീഡ്രലിൻ്റെ പകർപ്പാണ്. ക്രോസ് ആകൃതിയിലാണ് പള്ളി പണിതിരിക്കുന്നത്. ആകാശവീക്ഷണത്തിൽ പള്ളി ഭൂമിയിൽ പതിഞ്ഞിരിക്കുന്ന ഒരു വലിയ കുരിശായിട്ട് കാണാൻ പറ്റും കേട്ടോ. പള്ളിയുടെ നീളം 165 അടിയാണ്. കുരിശിൻ്റെ അറ്റം മുതൽ അടിഭാഗം വരെയുള്ള ആകെ ഉയരം 187 അടിയാണ്. ഇത് നഗരത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടങ്ങളിൽ ഒന്നും കൂടിയാണ്. ഇതിനകത്ത് പള്ളിക്കകത്ത് ക്യാമറ അലൗഡ് അല്ല, പ്രാർത്ഥനാലയമാണ്. ആൾക്കാർ പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. എന്തായിരുന്നാലും അതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്നാണ് ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നുള്ളത്. പുറത്ത് നമുക്ക് ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും അകത്ത് ഞാൻ ഫോട്ടോ എടുക്കുന്നില്ല. പുറത്ത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവല്ലേ എന്ത് വലിപ്പമാണെന്ന് ഇതിൻ്റെ നിർമ്മിതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഇതുപോലുള്ള കൊത്തുപണികളും എന്ത് പറയാം. അകത്തുള്ള സംഭവം എന്ന് വെച്ചാൽ ഞാൻ അകത്ത് കയറി നല്ലൊരു ആംബിയൻസാണ്, നല്ല തണുത്തൊരു ആംബിയൻസ്. പിന്നെ കുറേ ചെയർ ഇട്ടിട്ടുണ്ട്. നമ്മൾ സാധാ പള്ളികൾ കാണും, നമ്മളവിടുത്തെ പള്ളികളെ പോലെ തന്നെയാണ്. വിശുദ്ധന്മാരുടെ ഫോട്ടോസ്, പിന്നെ അൾത്താര. ഭയങ്കര ഗംഭീരമായിട്ടുള്ള അൾത്താരൊന്നുമല്ല, എന്നാലും സാധാരണ ഒരു അൾത്താര. പക്ഷേ ഇത് കാണുമ്പോൾ ഒരു രക്ഷയില്ലല്ലേ പള്ളി. എനിക്കിത് കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഇതുവരെ കമ്പയർ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഉണ്ട്. പള്ളികളുണ്ട്, അമരവിള ചർച്ച് ഇതുപോലെ തോന്നുന്നുണ്ടേ. ഈ ഫ്രണ്ട് ഈ കല്ലൊക്കെ കാണുമ്പോഴേ അതുപോലെ തോന്നുന്നു. ഫ്രണ്ട് മാത്രം, അല്ലാണ്ടല്ല. ഞാൻ ജസ്റ്റ് ഒരു കമ്പയറിംഗ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. വേറെ അല്ലാണ്ട് ഒരുപാട് വലിയ പള്ളി നമ്മളുണ്ട്. തൃശ്ശൂർ ആ സൈഡൊക്കെ വലിയ പള്ളി ഒരുപാട് പള്ളികളുണ്ട്. എന്തായാലും കൊള്ളാം. ഓക്കെ, അപ്പുറം സൈഡൊന്ന് പോയി നോക്കട്ടെ. ഇവിടെ ഈ പള്ളിയുടെ ആരാധനാക്രമങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടേ. അതിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. മെയിൻ റോഡ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോകുന്നത്. റോഡിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന ഇതാ ചർച്ച്. ഇത് പുറകു സൈഡാണ് കേട്ടോ, പുറകു സൈഡ്. 16 അടി നീളമുള്ള ഇരട്ട കുരിശുകളാണ് ഈ പള്ളിയിലുള്ളത്. അത്രയും ഉയരമുള്ള പള്ളിയും കൂടെ ആയതുകൊണ്ട് അത് കിലോമീറ്ററുകൾക്ക് അപ്പുറം നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. 3 മണികളാണ് ഈ പള്ളിയിൽ ഉള്ളത്. ഇത് കാണുന്നത് ശ്മശാനത്തിലേക്കുള്ള വഴിയാണ്. ഇതുവഴിയല്ല ഇറങ്ങേണ്ടത്. നമ്മൾ പള്ളിക്കകത്തുനിന്ന് നമുക്ക് ഇതുവഴി തിരിച്ചു പോകാനുള്ള, എക്സിറ്റായിട്ട് പോകാനുള്ള ഒരു വഴി പോലെ ഉണ്ട് കേട്ടോ. അകത്ത് ക്യാമറ കൊണ്ട് കയറാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പുറത്തുനിന്ന് കാണിച്ചത്. ആ പള്ളിക്കകത്തൂടെ കയറിയിട്ട് ഇതുവഴി ഒരു ഇടനാഴി പോലെ ഉണ്ട്, അതുവഴി നടന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. നമ്മൾ സെൻറ്റ് ഫിനോമിനാസ് ചർച്ചിൽ നിന്ന് ഇറങ്ങി. ഇനി എന്താണ് പരിപാടി? ഫുഡ്. ഇടയ്ക്ക് മഴയൊക്കെ പെയ്തു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് ഇവിടെ എവിടെയെങ്കിലും ഒരു കട നോക്കി കയറുക, ഫുഡ് കഴിക്കാം. കേരള ഫുഡ് കിട്ടുമെന്നാണ് പറഞ്ഞത്, ഹോട്ടൽ പ്ലാസ. അപ്പോൾ അവിടെ നമുക്ക് കയറി നോക്കാം. അങ്ങോട്ട് പോകട്ടോ. യാത്രകളും വിശേഷങ്ങളും ഒന്നും അവസാനിക്കുന്നില്ല കേട്ടോ. ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. എന്തായിരുന്നാലും എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. നമ്മുടെ ഫാമിലിയിലെ ആളും കൂടെ കൂട്ടുക കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡ് ഉടൻ തന്നെ വരുന്നതായിരിക്കും കേട്ടോ. കാണാം. ബൈ.